إن الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله وأن محمدًا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوى نبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. മരണം എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ജനിച്ചു എന്നതുപോലെ തന്നെ ഇവിടെ നിന്ന് യാത്ര പോകണം എന്നുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖണ്ഡിതമായ തീരുമാനമാണ്. എന്നാൽ എപ്പോഴാണ് അതിൻ്റെ സമയമെന്നോ എന്നാണതിൻ്റെ തീയതി എന്നോ നമുക്കാർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. മഫാത്തിഹുൽ ഗൈബി ഖംസുൻ, അദൃശ്യമായ കാര്യങ്ങളുടെ താക്കോൽ, അതിനെക്കുറിച്ചുള്ള അറിവ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അദൃശ്യമായ കാര്യങ്ങൾ അല്ലാഹു അല്ലാത്ത ഒരാൾക്കും അറിയുവാൻ സാധിക്കുകയില്ല. ആ കാര്യങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞു, വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, ഏത് ഭൂമിയിൽ വെച്ചുകൊണ്ടാണ് മരണപ്പെടുക എന്നുള്ളത് ഒരാൾക്കും അറിയാത്ത കാര്യമാണ്. വലാ തഅലമു നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് പ്രവർത്തിക്കുക എന്നുള്ളതും ഒരാൾക്കും പ്രവചിക്കുവാൻ കഴിയാത്ത കാര്യമാണ്. ഒരു ശൈഖിനും ഒരു തങ്ങൾക്കും ഒരു ജ്യോത്സ്യനും തൻ്റെ സ്വന്തം നഫ്സിൻ്റെ കാര്യങ്ങളെപ്പോലും നാളെ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് പറയാൻ പോലും സാധിക്കുകയില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരെ കുറിച്ച് അവർക്ക് പറയുവാൻ സാധിക്കുന്നത്? ഇന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ മരണപ്പെടുക എന്നത് നമുക്കറിയുമായിരുന്നുവെങ്കിൽ
ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ സ്ഥലത്തേക്ക് നമ്മൾ പോകുമായിരുന്നില്ല. എന്നാൽ എവിടെ വെച്ചാണ് എന്നോ എങ്ങനെയാണ് എന്നോ പെട്ടെന്നാണോ കാലതാമസമുണ്ടോ എന്നോ എന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് പ്രവചിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ നമ്മൾ മരണപ്പെടും എന്ന രീതിയിലാണ് നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. മരണം അതിൻ്റെ വെപ്രാളവുമായി, അതിൻ്റെ യാഥാർത്ഥ്യവുമായി നമ്മിലേക്ക് ഓരോരുത്തരിലേക്കും വരുന്നതാണ്. അതിനുശേഷമുള്ള ആത്മാവിൻ്റെ യാത്രയെപ്പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ആത്മാവുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മാവ്. എന്നാൽ അത് എവിടെയാണ് എന്നോ അതെങ്ങനെയാണ് എന്നോ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ മരണത്തോടുകൂടി അത് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയും അതിൻ്റെ യാത്ര ആരംഭിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ട് രൂപത്തിലാണ് ആ ആത്മാവിൻ്റെ യാത്ര. ഒന്ന് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ആത്മാവിൻ്റെ യാത്രയാണ്. അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ആത്മാവ് മരണത്തിന് ശേഷം തൻ്റെ റബ്ബിനെ കാണാനുള്ള ആഗ്രഹത്തിലാണ്. ദുനിയാവിൽ അവൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ദുനിയാവിൽ ആ ശരീരം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി ശക്തമായി ശ്രമങ്ങളിൽ, അതുപോലെ പരിശ്രമങ്ങളിൽ ആ ആത്മാവ് ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മരണപ്പെടുന്നതോടുകൂടി റബ്ബിനെ കാണുവാൻ, ഒരുക്കി വെച്ച ആസ്വാദനങ്ങളിലേക്ക് എത്തുവാൻ ആ ആത്മാവ് കൊതിച്ചുകൊണ്ടിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ ഇഷ്ടപ്പെട്ടാൽ അഹബ്ബല്ലാഹു ലിഖാഅഹു, അവനെ കണ്ടുമുട്ടാൻ അള്ളാഹുവും ഇഷ്ടപ്പെടും. വമൻ കരിഹ ലിഖാ അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വെറുക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് അവൻ പേടിയിലാണെങ്കിൽ കരിഹല്ലാഹു ലിഖാഅഹ്, അവനെ കണ്ടുമുട്ടുന്നതിൽ അള്ളാഹുവിനും വെറുപ്പായിരിക്കും. അള്ളാഹുവിനെ കണ്ടുമുട്ടുക അത് മരണത്തിന് ശേഷമാണ്. അപ്പോൾ മരണത്തെ പേടിക്കുക, മരണത്തെ ഇഷ്ടപ്പെടുക എന്നതാണ് റസൂലുള്ളാഹി ഇവിടെ പറഞ്ഞത് എന്ന് തെറ്റിദ്ധരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഇന്നാ ലനക്റഹുൽ മൗത്ത്, പ്രവാചകരെ ഞങ്ങൾക്ക് എല്ലാവർക്കും മരണത്തെ വെറുപ്പാണ്, അഥവാ ഞങ്ങൾ ആരും മരണത്തെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ, അപ്പം ഞങ്ങൾക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വെറുപ്പായിരിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ ദാക്, ആയിഷ അങ്ങനെയല്ല കാര്യം. വലാകിന്നൽ മുഅ്മിന ഇദാ ഹളറഹുൽ മൗത്ത്, ഒരു വിശ്വാസിയായ മനുഷ്യൻ അള്ളാഹുവിന് വഴിപ്പെട്ട് അള്ളാഹുവിന് കീഴൊതുങ്ങി അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ ഒരു വിശ്വാസിയാണ് എങ്കിൽ അവൻ്റെ അരികിലേക്ക് മലക്കുകൾ വന്നു കഴിഞ്ഞാൽ, അവൻ്റെ മരണമാസന്നമായാൽ ബുശ്ശിറ ബിറിദ്വാനില്ലാഹി വ കറാമതിഹി, അള്ളാഹുവിൻ്റെ തൃപ്തി കൊണ്ടും അള്ളാഹുവിൻ്റെ ആദരവുകൾ കൊണ്ടും അവൻ സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്നതാണ്. മരണപ്പെടുന്ന സമയത്ത് ഇനി ആസ്വദിക്കുവാൻ പോകുന്ന സുഖങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ തൃപ്തിയിലാണ് നീ മരണപ്പെടുന്നത് എന്ന സന്തോഷ വാർത്തയും അള്ളാഹുവിൻ്റെ ആദരവുകൾ നിനക്കുണ്ട് എന്ന സന്തോഷ വാർത്തയും മലക്കുകൾ അയാളെ അറിയിക്കും. ഫലൈസ ശൈഉൻ അഹബ്ബ ഇലൈഹി മിമ്മാ അമാമഹ്, ആ സമയത്ത് താൻ മുന്നിൽ ആസ്വദിക്കാൻ പോകുന്ന സുഖങ്ങളെക്കാൾ വലുതായി അയാൾക്കൊന്നും അനുഭവപ്പെടുകയില്ല. ഫഅഹബ്ബ ലിഖാ അല്ലാഹ്, അതുകൊണ്ട് ആ മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. വഅഹബ്ബല്ലാഹു ലിഖാഅഹ്, അവനെ കണ്ടുമുട്ടാൻ അള്ളാഹുവും ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വ ഇന്നൽ കാഫിറ, ഇനിയൊരു കാഫിറായ മനുഷ്യനാണെങ്കിൽ
ജീവിതം മുഴുവൻ അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് പുറംതിരിഞ്ഞ് തെമ്മാടിയായി തോന്നിവാസിയായി ജീവിതം നയിച്ചൊരു മനുഷ്യനാണെങ്കിൽ ഇദാ ഹുദിറ, അയാൾ മരണമാസന്നമായി കഴിഞ്ഞാൽ ബുശ്ശിറ ബിഅദാബില്ലാഹി വഉഖൂബതിഹി, അള്ളാഹുവിൻ്റെ ശിക്ഷ കൊണ്ടും മോശപ്പെട്ട പര്യവസാനം കൊണ്ടും അയാൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്. അയാളുടെ പര്യവസാനത്തെക്കുറിച്ച്, അയാൾക്ക് കാത്തിരിക്കുന്ന ശിക്ഷകളെക്കുറിച്ച്, അയാളെ കാത്തിരിക്കുന്ന നരകത്തിലെ ഭീകരമായ അവസ്ഥകളെക്കുറിച്ച് മരണത്തിൻ്റെ ആ സമയത്ത് അയാളോട് അറിയിച്ചു കൊടുക്കുന്നതാണ്. ഫലൈസ ശൈഉൻ അക്റഹ ഇലൈഹി മിമ്മാ അമാമഹ്, ആ സമയത്ത് അയാൾക്ക് മുന്നിൽ അനുഭവിക്കാനിരിക്കുന്ന പ്രയാസമേറിയ ആ നിമിഷങ്ങളെക്കാൾ വെറുപ്പുള്ള ഒന്നും ഉണ്ടാവുകയില്ല. അല്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ ആ മനുഷ്യൻ വെറുക്കുകയും അയാളെ കണ്ടുമുട്ടുന്നതിനെ അള്ളാഹുവും വെറുക്കുകയും ചെയ്യുന്നു. ഇപ്പൊ പ്രിയമുള്ള സത്യവിശ്വാസികളെ, മരണത്തോടു കൂടെ തന്നെ ഒരു മനുഷ്യന് വരാൻ പോകുന്ന അയാളുടെ അവസ്ഥയെക്കുറിച്ചുള്ള ധാരണയുണ്ടായിരിക്കും. ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ യാത്ര തിരിക്കുന്ന ആ ഒന്നാമത്തെ സമയത്ത് തന്നെ റബ്ബിൻ്റെ തൃപ്തിയിലാണോ ഞാൻ, എന്നെ കാത്തിരിക്കുന്നത് സ്വർഗമാണോ, എന്നെ കാത്തിരിക്കുന്നത് റബ്ബിൻ്റെ ആദരവുകളാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതറിയുന്നതോടുകൂടെ തൻ്റെ റബ്ബിനെ കാണാൻ, സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ വല്ലാത്ത കൊതിയായിരിക്കും ആ ആത്മാവിനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇദാ ഉദിഅത്തിൽ ജനാസ, ജനാസ വക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫഹ്തമലഹർ റിജാലു അലാ അഅനാഖിഹിം, ആളുകൾ ആടിയുലയുന്ന ആ മയ്യത്ത് കട്ടിൽ അവരുടെ തോളിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഫഇൻ കാനത് സ്വാലിഹത്തൻ, ആ മയ്യത്ത് കട്ടിലിൽ കിടക്കുന്ന മയ്യത്ത് ഒരു നല്ല മനുഷ്യനായിരുന്നുവെങ്കിൽ, റബ്ബിനെ പേടിച്ച് ജീവിച്ച, നിസ്കാരം കൃത്യമാക്കിയ, ഖുർആനുമായി ഹൃദയം കൂട്ടിയിണക്കിയ, അറിവുകൾ കരസ്ഥമാക്കുകയും അതിൻ്റെ മജ്ലിസുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന, പ്രബോധന പ്രവർത്തനങ്ങളിൽ നിരതമായിരുന്ന ഒരു ആത്മാവായിരുന്നുവെങ്കിൽ ആ ആത്മാവ് വിളിച്ചു പറയുമെന്നാണ്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, നിങ്ങളെന്നെ പെട്ടെന്ന് കൊണ്ടുപോകും, നിങ്ങളെന്നെ വേഗത്തിൽ കൊണ്ടുപോകും. കാരണം ആ ആത്മാവിന് ഭയമില്ല. ദുനിയാവിൽ റബ്ബിന് വേണ്ടി ഉറക്കമിളച്ചവനാണവൻ, ദുനിയാവിൽ റബ്ബിന് വേണ്ടി ഓടി നടന്നവനാണവൻ, ദുനിയാവിൽ റബ്ബിന് വേണ്ടി സമയം മാറ്റിവെച്ചവനാണവൻ. അതുകൊണ്ട് ആത്മാവ് വിളിച്ചു പറയുമെന്നാണ്, ഖദ്ദിമൂനി, നിങ്ങളെന്നെ വേഗത്തിൽ കൊണ്ടുപോ. റസൂലുള്ളാഹി പറഞ്ഞു, വഇൻ കാനത് ഗൈറ സ്വാലിഹ, ഇനിയൊരു നല്ലതല്ലാത്ത ആത്മാവാണ് എങ്കിൽ, ഈ ദുനിയാവിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച, അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് പുറംതിരിഞ്ഞ് നടന്ന, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരു ശ്രദ്ധയുമില്ലാതിരുന്ന, ദീനീ വിജ്ഞാനത്തെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളഞ്ഞ, രഹസ്യ ജീവിതത്തിൽ ഹറാമുകൾ കാത്തു സൂക്ഷിക്കുകയും പരസ്യ ജീവിതത്തിൽ പുണ്യവാളന്മാരായി നടക്കുകയും ചെയ്ത മനുഷ്യന്മാരാണ് എങ്കിൽ ആ ആത്മാവ് വിളിച്ചു പറയുമെന്നാണ്, യാ വൈലഹ, അതിൻ്റെ നാശമേ, അതിൻ്റെ നാശം ആരംഭിച്ചു എന്നതിന് മനസ്സിലാവുകയാണ്. എന്നെ കാത്തിരിക്കുന്നത് റബ്ബിൻ്റെ തൃപ്തിയല്ല, എന്നെ കാത്തിരിക്കുന്നത് റബ്ബിൻ്റെ ആദരവുകളല്ല, അള്ളാഹുവിൻ്റെ കോപമാണ് എന്നെ കാത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും, അള്ളാഹുവിൻ്റെ മോശമായ ശിക്ഷകളാണ് എന്നെ കാത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും, ഇനി തിരുത്താനുള്ള അവസരമില്ലല്ലോ എന്ന് മനസ്സിലാക്കി ആ മയ്യത്ത് വിളിച്ചു പറയും, യാ വൈലഹ, അതിൻ്റെ നാശമേ, ഐന യദ്ഹബൂന ബിഹാ, ആ മയ്യത്തുമായി നിങ്ങൾ എങ്ങോട്ടാണ് യാത്ര പോകുന്നത്? യസ്മഉ സൗതഹാ കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസാൻ, ആ മയ്യത്തിന്റെ ആർത്തനാദങ്ങൾ മനുഷ്യനല്ലാത്ത മുഴുവൻ ജീവജാലങ്ങളും കേൾക്കും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. വലൗ സമിഅഹൽ ഇൻസാൻ, മനുഷ്യനെങ്ങാനും അത് കേട്ടിരുന്നുവെങ്കിൽ, ദുനിയാവിലെ അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി, ദുനിയാവിലെ സമയങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി തിരിച്ചു പോകുന്ന ആ ആത്മാവിൻ്റെ വേവലാതികൾ, ആത്മാവിൻ്റെ കുറ്റബോധങ്ങൾ, നഷ്ടബോധങ്ങളെങ്ങാനും
മനുഷ്യൻ കേട്ടിരുന്നുവെങ്കിൽ അവൻ ബോധം കെട്ട് വീഴുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ സമയത്തെ കരച്ചിലുകൾക്കോ വിലാപങ്ങൾക്കോ അള്ളാഹുവിൻ്റെ അടുക്കൽ വിലയുണ്ടാവുകയില്ല. നമ്മൾ ദുനിയാവിൽ ഓടിയാൽ, ദുനിയാവിൽ നന്മകളുമായി നമ്മൾ മത്സരിച്ചാൽ, ദുനിയാവിൽ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്നാൽ, അങ്ങനെ വിയർപ്പ് തുള്ളികൾ കുമിഞ്ഞുകൂടുന്ന നെറ്റിത്തടവുമായി ഈ ലോകത്ത് നിന്ന് വിട പറയുവാൻ നമുക്ക് സാധിച്ചാൽ, മരണത്തിന് ശേഷം നമുക്ക് പറയുവാൻ സാധിക്കും, ഖദ്ദിമൂനി, എന്നെ നിങ്ങൾ വേഗത്തിൽ കൊണ്ടുപോകും. കാരണം റബ്ബിൻ്റെ തൃപ്തിയാണ്, റബ്ബിൻ്റെ ആദരവുകളാണ് എന്നെ കാത്തിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ല മരണത്തെക്കുറിച്ച് പറഞ്ഞു, അൽ മയ്യിത്തു തഹ്ദുറുഹുൽ മലായിക. ഒരു മയ്യത്തിൻ്റെ മരണപ്പെടാൻ നിൽക്കുന്ന മനുഷ്യൻ്റെ അരികിൽ മലക്കുകൾ സന്നിഹിതരാകും. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയാത്ത പല കാര്യങ്ങളും നമ്മൾ കാണുന്ന സമയമാണ്. ഇപ്പം നമ്മുടെ ചുറ്റും മലക്കുകളുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ നമ്മുടെ തൊട്ടരികിൽ മലക്കുകൾ വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്ന ആ സമയമെത്തിയാൽ, ഫഇദാ കാന റജുലു സ്വാലിഹൻ, ആ മനുഷ്യനൊരു നല്ല മനുഷ്യനായിരുന്നുവെങ്കിൽ, ഉഖ്റുജി അയ്യതുഹൻ നഫ്സു ത്വയ്യിബ കാനത് ഫിൽ ജസദി ത്വയ്യിബി, ആ മയ്യത്തിനോട്, ആ ആത്മാവിനോട് പറയുമെന്നാണ്, നീ നല്ല ശരീരത്തിലായിരുന്നു, നല്ല ആത്മാവേ, അതുകൊണ്ട് നീ പുറത്തേക്ക് വാ. നല്ല തൂവള്ള മുഖമുള്ള, കണ്ടാൽ സന്തോഷം തോന്നുന്ന നല്ല മലക്കുകൾ അവൻ്റെ അരികിലിരുന്നു കൊണ്ട് പറയുമെന്നാണ്, ഒരു നല്ല ശരീരത്തിലെ, ഹറാമിൻ്റെ സമ്പാദ്യമില്ലാത്ത, ഹറാമുകളുടെ പിറകെ പോകാത്ത നല്ല ആത്മാവേ, നീ ഒരു നല്ല ശരീരത്തിലായിരുന്നു, ഉഖ്റുജി, അതുകൊണ്ട് നീ പുറത്തേക്ക് വാ. ആ ശരീരം ഹറാമ് കഴിച്ചിട്ടില്ല, ആ ശരീരത്തിൽ പലിശയുടെ സമ്പാദ്യങ്ങളില്ല, ആ ശരീരത്തിൽ ലഹരിയുടെ അംശങ്ങളില്ല, ആ ശരീരം ഏതെങ്കിലും രതിവൈകൃതങ്ങളിൽ ഏർപ്പെട്ട ശരീരമല്ല, അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ജീവിച്ച ശരീരമാണെങ്കിൽ ആ ത്വയ്യിബായ ശരീരത്തോട് പറയും ഉഖ്റുജി, അതിലുള്ള ആത്മാവിനോട് പറയും നീ പുറത്തേക്ക് വാ. ഉഖ്റുജി ഹമീദ, സ്തുതിക്കപ്പെട്ട അവസ്ഥയിൽ നീ പുറത്തേക്ക് വാ. വഅബ്ശിരി ബിറൗഹിൻ വറൈഹാനിൻ വറബ്ബിൻ ഗൈരി ഗദ്ബാൻ, നല്ല റാഹത്തുള്ള, നല്ല സുഗന്ധമുള്ള ഒരു ജീവിതത്തിലേക്ക് നീ പുറത്തേക്ക് വാ. നിന്നെ കാത്തിരിക്കുന്നത് നിന്നോടൊരിക്കലും കോപിക്കാത്ത ഒരു റബ്ബാണ്. സുമ്മ യുഅറജു ബിഹാ ഇലസ്സമാ, പിന്നെ ആ ആത്മാവുമായി മലക്കുകൾ ആകാശത്തിലേക്ക് കയറാൻ തുടങ്ങും. فإذا أخذها لم يدعوها في يده طرفة عين حتى يأخذها. ആദ്യം മലക്കുകൾ ഇറങ്ങി വരും, അതിനുശേഷമാണ് മലക്കുൽ മൗത്തിൻ്റെ വരവ്. മലക്കുൽ മൗത്ത് ആത്മാവിനെ പിടിച്ചെടുത്താൽ ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും കളയാതെ മലക്കുകളുടെ കൈകളിലേക്ക് ആ ആത്മാവിനെ ഏൽപ്പിക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എത്ര വേഗത്തിലാണ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ വീട്ടിലിങ്ങനെ ആളുകൾ ഒരുമിച്ച് കൂടി അന്താളിച്ച് നിൽക്കുകയാണ്. ഉപ്പാക്ക് എന്ത് പറ്റി, ഉമ്മാക്ക് എന്ത് പറ്റി, മകൻ എന്ത് പറ്റി, മകൾക്ക് എന്ത് പറ്റി, ആളുകൾ അന്താളിച്ച് നിൽക്കുകയാണ്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വാഹനം വിളിക്കാനുള്ള തിരക്കിലാണ് ആളുകൾ. എന്നാൽ ഈ ആത്മാവ് ലോകം മാറി ആകാശത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട്. പിന്നീട് മക്കളെക്കുറിച്ചുള്ള ചിന്തയുണ്ടോ? ഭാര്യയെക്കുറിച്ചുള്ള ചിന്തയുണ്ടോ? തലച്ചോറിൽ നമ്മൾ നിറച്ചു വെച്ചിട്ടുള്ള നമ്മുടെ കച്ചവടത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, ഭൗതികമായ നൂറ് കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ടോ? നമ്മുടെ അത്തരത്തിലുള്ള വികാരങ്ങളെല്ലാം ബാക്കിയാക്കി ആകാശത്തിലേക്കുള്ള യാത്ര ആ ആത്മാവ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആകെ കൂട്ടിനുള്ളത് ഈ ദുനിയാവിൻ്റെ ഓട്ടത്തിനിടയിൽ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച, ദീനിന് വേണ്ടി മാറ്റിവെച്ച ആ കൊച്ചു സമയങ്ങൾ മാത്രമാണ് നമ്മുടെ കൂടെ ബാക്കിയുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, ഫയജ്അലൂഹാ ഫീ ദാലികൽ കഫനി വഫീ ദാലികൽ ഹനൂത്. ആ ആത്മാവിനെ മലക്കുകളുടെ കൈകളിലുള്ള കഫം പുടവയിലേക്ക്, അവരുടെ കൈകളിലുള്ള ആ സുഗന്ധത്തിലേക്ക് ആ ആത്മാവിനെ കൈമാറുന്നതാണ്. നമ്മൾ പണം കൊടുത്ത് തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന കഫം പുടവ അത് ശരീരം പുതപ്പിക്കാനുള്ളത് മാത്രമാണ്.
അതെല്ലാ മനുഷ്യന്മാർക്കും ഒരുപോലെ തന്നെയാണ്. അതിലെത്ര വെളുപ്പുണ്ടായാലും, അതിലെത്ര സുഗന്ധമുണ്ടായാലും, അതിലെത്ര അത്തർ പുരട്ടിയാലും പ്രിയമുള്ളവരെ, അതുകൊണ്ടൊന്നും പരലോകത്തേക്ക് ഉപകാരമില്ല. നമ്മുടെ ശരീരത്തെ പുതപ്പിക്കുന്ന കഫം പുടവയല്ല നന്നാവേണ്ടത്, ആത്മാവിനെ പുതപ്പിക്കുന്ന മലക്കുകളുടെ കൈകളിലുള്ള ആ കഫം പുടവക്കാണ് ഭംഗി ഉണ്ടാകേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയഖ്റുജു മിൻഹാ കഅത്യബി നഫഖതി മിസ്കിൻ വുജിദത് അലാ വജ്ഹിൽ അർള്. ആ ആത്മാവിൻ്റെ ശരീരത്തിൽ, ആത്മാവിൽ നിന്നും പുറത്തേക്ക് ഭൂമിയിൽ അനുഭവിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും നല്ല സുഗന്ധം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. വയസ്അദൂന ബിഹാ, അതുമായി ആകാശലോകങ്ങളിലേക്ക് മലക്കുകൾ കയറാൻ തുടങ്ങും. ഓരോ ആകാശങ്ങളിലെത്തുമ്പോഴും അവിടെയെല്ലാം ആ മയ്യത്തിനെ മലക്കുകൾ കാത്തിരിക്കുന്നുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതിനുശേഷം ആത്മാവിൻ്റെ യാത്ര, അതൊരു മോശമായ ആത്മാവാണെങ്കിൽ എന്താണ് ആ ആത്മാവിൻ്റെ അവസ്ഥ? അതിനുശേഷം ആ ആത്മാവിന് സംഭവിക്കാനുള്ള രക്ഷാശിക്ഷകളെക്കുറിച്ചെല്ലാം ഇൻഷാ അല്ലാഹ് വരും ഖുതുബകളിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മരണം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് വെച്ച്, ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, ഇഷ്ടപ്പെടുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ട് മരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുവാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. കഴിഞ്ഞ ദിവസം തട്ടം ധരിച്ച് സ്കൂളിലെത്തിയ ഒരു മുസ്ലിം വിദ്യാർത്ഥിനിക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളെക്കുറിച്ച് വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇസ്ലാം എന്ന മതത്തെ, മുസ്ലിമീങ്ങളെ അടിച്ചമർത്തുവാൻ, അവരെ താഴ്ത്തിക്കെട്ടുവാനുള്ള ഒരു ശ്രമം ചില ആളുകൾ ബോധപൂർവം സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് സംസാരിക്കാനുള്ളത് അതിന് ഒത്താശ വെച്ചു കൊടുക്കുന്ന മാതാപിതാക്കളോടാണ്. ഇന്ന് പല മുസ്ലിം കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഇസ്ലാമിക സംസ്കാരങ്ങളെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയുന്ന ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിലും ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളോ വേഷങ്ങളോ ഷിആറുകളോ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ സാധിക്കാത്ത മാനേജ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല സ്കൂളുകളിലുമാണ്. പ്രിയമുള്ളവരെ, എന്താണ് ആ സ്കൂളിലെ മക്കളുടെ അവസ്ഥ? മുതിർന്ന വലിയ ആൺകുട്ടികൾ തുട വെളിവാക്കി ട്രൗസറും ധരിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നത്. വലിയ കുട്ടികളാണ് എങ്കിൽ, പെൺകുട്ടികളാണ് എങ്കിൽ അവർക്ക് യഥാർത്ഥ രൂപത്തിൽ ഹിജാബ് ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ലാതെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു അമുസ്ലിമിൻ്റെ വേഷം ധരിച്ചുകൊണ്ടോ ആ രൂപത്തിലുള്ള വസ്ത്രധാരണം സ്വീകരിച്ചുകൊണ്ടോ ആണ് അവർ ആ സ്കൂളുകളിലേക്ക് പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വ്യക്തമായി പഠിപ്പിച്ചു, ഫഇന്നൽ ഫഖ്ദൈനി ഔറ, രണ്ട് തുടകളും അത് ഔറത്താണ്. വൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, സ്ത്രീകൾ അവരുടെ മുഖമക്കനകൾ, അവരുടെ തല അത് വ്യക്തമായ രൂപത്തിൽ ധരിച്ചിരിക്കണമെന്നും സൂറത്തു നൂറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരം കുട്ടികൾക്ക് ആ സ്കൂളിൽ ളുഹ്ർ നമസ്കരിക്കാൻ സൗകര്യമില്ല, ജുമാ നമസ്കാരത്തിന് പോകാൻ അവർക്ക് അവിടെ സ്വാതന്ത്ര്യമില്ല. പ്രിയമുള്ളവരെ, ഈ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് എന്ത് ധാർമ്മിക ബോധമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? വളർന്നു വരുന്ന ഈ വിദ്യാർത്ഥികളിൽ എന്ത് മതബോധമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്?
10-12 വർഷം ഇത്തരം വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ച് അവസാനം കുട്ടിക്കൊരൽപ്പം വളർച്ച വരുമ്പോൾ, കുട്ടിയുടെ ബുദ്ധി വളർന്നു വരുമ്പോൾ കുട്ടി തട്ടമിടുന്നില്ല, അവൻ്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെയാണ് എന്ന് പറഞ്ഞ് ഒരു ഉസ്താദിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന ഉസ്താദെ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ 10-12 വർഷം ഈ തോന്നിവാസത്തിൽ അവനെ ജീവിക്കുവാനും പഠിക്കുവാനും അവസരം നൽകിയിട്ട് 12 വർഷങ്ങൾക്ക് ശേഷം 15 വർഷങ്ങൾക്ക് ശേഷം ഒരു ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഒരു അരമണിക്കൂർ ഇവന് ദീന് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നതിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്തർത്ഥമാണുള്ളത്? പലരും ഇത്തരം വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് കാരണം പറയാറുള്ളത് അവിടെ നല്ല വിദ്യാഭ്യാസമാണ് എന്നുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് നമുക്ക് ഭൗതിക വിദ്യാഭ്യാസം നൽകാം. ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇസ്ലാം ഒരിക്കലും ചെയ്യരുത് എന്ന് പറയാത്ത, അംഗീകരിച്ചിട്ടുള്ള ഏത് പ്രൊഫഷനുകളും നമുക്ക് അവർക്ക് നൽകാം. എന്നാൽ മതത്തിൻ്റെ വിജ്ഞാനങ്ങളെ, മതത്തിൻ്റെ സംസ്കാരങ്ങളെ, മതത്തിൻ്റെ ശിആറുകളെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളഞ്ഞുകൊണ്ടായിരിക്കരുത് ആ വിദ്യാഭ്യാസം എന്നുള്ളത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ പറഞ്ഞ ചില വാക്കുകളുണ്ട്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ബൈത്തുൽ മഖ്ദിസ് പിടിച്ചടക്കി അതിൻ്റെ താക്കോൽ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിന് കൈമാറാൻ വേണ്ടി അദ്ദേഹം മദീനയിൽ നിന്ന് ഫിലസ്തീനിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രം കണ്ട് ചില സ്വഹാബാക്കൾക്കെങ്കിലും ഒരൽപ്പം നീരസം തോന്നുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ് നഹ്നു ഖൗമുൻ, സ്വഹാബ നമ്മളൊരു കൂട്ടം ജനതയാണ്. ഒട്ടകങ്ങളുടെ കയറ് പിടിച്ച് നടന്നിരുന്ന, അളച്ച് നടന്നിരുന്ന, ഒട്ടകങ്ങളുടെ ഹൃദയവുമായി നടന്നിരുന്ന ഒരു ജനതയാണ് നമ്മൾ. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. നമുക്കിന്ന് എന്തെല്ലാം പ്രതാപങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് നൽകിയത് ഈ ഇസ്ലാമാണ്. വഇൻ ത്വലബ്നൽ ഇസ്സത ബിഗൈരിഹാ. അതുകൊണ്ട് ഇസ്ലാമല്ലാത്ത ഏതെങ്കിലും ഒന്നുകൊണ്ട് ഒരാൾ ഇസ്സത്ത് അന്വേഷിച്ചാൽ അതല്ലനല്ലാഹ്, നമ്മളെ അള്ളാഹു നിന്ദരാക്കി കളയും. ഇന്ന് മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ഇസ്ലാമിൻ്റെ വേഷവും ഇസ്ലാമിൻ്റെ കോലവും ഇസ്ലാമിൻ്റെ സംസ്കാരവും അടിയറ വെച്ചുകൊണ്ട് യൂറോപ്യൻ്റെ വേഷത്തിലേക്കും യൂറോപ്പിൻ്റെ സംസ്കാരത്തിലേക്കും മാറാനുള്ള തിടുക്കത്തിലേക്കാണ്. മുസ്ലിം പെണ്ണിൻ്റെ വസ്ത്രം അടിമത്തത്തിൻ്റെ വസ്ത്രമാണ് എന്ന് പറയുമ്പോൾ, 6-ാം നൂറ്റാണ്ടിൻ്റെ വസ്ത്രമാണ് എന്ന് പറയുമ്പോൾ, ആളുകളുടെ കയ്യടി ലഭിക്കുന്നതിന് വേണ്ടി അതിന് ഒത്താശ നിൽക്കുന്ന മുസ്ലിമീങ്ങൾ. പ്രിയമുള്ളവരെ, മുസ്ലിമിൻ്റെ ഇസ്സത്ത് അവൻ്റെ വസ്ത്രത്തിലാണ്, അവൻ്റെ തൂങ്ങിക്കിടക്കുന്ന ആ താടികളിലാണ്, ഞെരിയാണിക്ക് മുകളിലുള്ള അവൻ്റെ വസ്ത്രത്തിലാണ്, മുസ്ലിം പെണ്ണിൻ്റെ ഹിജാബിലാണ്, അവരുടെ സംസ്കാരത്തിലാണ് മുസ്ലിമീങ്ങളുടെ ഇസ്സത്ത്. ഈ ഇസ്സത്ത് മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടുപോയി അടിയറ വെച്ചാൽ അതല്ലനല്ലാഹ്, ഈ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നരാക്കി കളയും. ഇത്തരം വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ പല മാതാപിതാക്കളും അവരുടെ കുട്ടികളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഭൗതികമായ ചില ലാഭങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളിൽ നിന്ന് ഭൗതികമായ തുച്ഛമായ ഈ ഭൗതിക ലാഭങ്ങളോ ഭൗതിക ആനന്ദങ്ങളോ അല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയാകുന്നത്. ഔവലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല സന്താനം. ഒരു മനുഷ്യൻ പരലോകത്തെത്തിയാൽ ഇന്നർ റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അയാളുടെ പദവി അല്ലാഹു കൂട്ടിക്കൊടുക്കുമെന്നാണ്. അയാൾ ചോദിക്കും, അല്ലാഹ് എങ്ങനെയാണ് ഇത്രയും പദവികൾ? അല്ലാഹു പറയും, ഇസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി നടത്തിയ ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഇത്തരം വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന മക്കൾക്ക് നമ്മൾ മരണപ്പെട്ട് നമ്മുടെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി ഒന്ന് ഇസ്തിഗ്ഫാർ നടത്തുവാൻ, ഒന്ന് റഹ്മത്തിനെ ചോദിക്കുവാൻ, ഒന്ന് ആഫിയത്ത് ചോദിക്കുവാൻ, ഒന്ന് അഫുവിനെ ചോദിക്കുവാൻ ആ മക്കൾക്ക് സാധിക്കുമോ? നമുക്ക് വേണ്ടി അവസാനമായി പ്രാർത്ഥിക്കുവാൻ പോലും പറ്റാത്ത മക്കളെയാണ് നമ്മൾ ഈ ദുനിയാവിൽ വിട്ടേച്ചു പോകുന്നത് എങ്കിൽ എന്തുപകാരമാണ് അവരെ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്?
അതുകൊണ്ട് തന്നെ ദീനിൻ്റെ സംസ്കാരങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുക. നമ്മുടെ മക്കൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് രൂപത്തിലുള്ള സംസ്കാരങ്ങളാണ് അവർ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, ഏത് രൂപത്തിലുള്ള ഷിആറുകളാണ് അവർ മുറുകെ പിടിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും മുവഹ്ഹിദീങ്ങളാക്കി ഇസ്തിഖാമത്തോടുകൂടി മരണപ്പെട്ടു പോകുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാറ്റി തീർക്കുമാറാകട്ടെ. ഏറ്റവും നല്ല മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.